നല്ല പല്ലിക്കുട്ടി. ആകാശം മുട്ടുന്ന വലിയ കെട്ടിടത്തിലെ 12ാം നിലയിലെ വീട്ടിൽ ഒരു പല്ലിക്കുട്ടിയുണ്ട്. ലേശം വികൃതിയാണ്. ബാൽക്കണിയിലെ തുളസിച്ചെടിയുടെ ഇല കടിച്ചു മുറിക്കുക, കൂട്ടുകൂടാൻ വരുന്ന പൂമ്പാറ്റപ്പെണ്ണ് പറക്കാൻ തുടങ്ങുമ്പോൾ വാലുകൊണ്ട് അടിച്ചിടുക തുടങ്ങി വിക്രിയകളുടെ എണ്ണം നീളും. ഷെടാ, എന്താ ഈ പല്ലിക്കുട്ടി ഇങ്ങനെ? പല്ലിക്കുട്ടിയുടെ ഈ സ്വഭാവം നന്നാക്കാൻ എന്താണൊരു വഴി എന്ന് അമ്മപ്പല്ലിയും പൂമ്പാറ്റയും തുളസി ചെടിയും എല്ലാം ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. എത്രയൊക്കെ ശ്രമിച്ചാലും പല്ലിക്കുട്ടിയെ പിടികൂടാൻ കിട്ടില്ല. ഇടയ്ക്കിടെ കർട്ടനിൽ വലിഞ്ഞു കയറുന്നത് കാണാം. മറ്റു ചിലപ്പോ ചുമരിന് മുകളിൽ നിന്നിട്ട് അയ്യോ, ഞാനാണേ താങ്ങിയെത്തുന്നേ, എന്റെ കൈ വേദനിക്കുന്നേ, ഓടി വരുന്നേ, കൈയെടുക്കാൻ പറ്റുന്നില്ലേ, ഇങ്ങനെ ആർത്ത് കരഞ്ഞ് ചുറ്റുള്ളവരൊക്കെ പേടിപ്പിക്കാറുമുണ്ട്. ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ തുളസിച്ചെടിയും പൂമ്പാറ്റപ്പെണ്ണും അമ്മപ്പല്ലിയും പല്ലിക്കുട്ടിയെ സമാധാനായി ഒരിടത്തിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തീരുമാനിച്ചു. ബുദ്ധിയുള്ള കുട്ടിയല്ലേ, വെറുതെ വഴക്കു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ കണ്ടു കിട്ടിയാലല്ലേ കാര്യം പറയാനാകൂ. അങ്ങനെ ഒരു ദിവസം പൂവുകളിൽ നിന്നും തേൻ കുടിച്ച് കുറച്ച് തേൻ ഇലക്കുമ്പിളിലാക്കി വീട്ടിലേക്ക് തിരിച്ചെത്തിയ പൂമ്പാറ്റപ്പെണ്ണ് ഒരു കുഞ്ഞി പല്ലിവാല് കണ്ടെത്തി. അകത്തെ കലണ്ടറിന് പുറകിൽ. ഇത് പല്ലിക്കുട്ടി തന്നെ, ഇന്ന് പിടിച്ചിട്ട് തന്നെ കാര്യം. വാവേ പല്ലിക്കുട്ടി, ഇങ്ങോട്ട് വന്നേ. അമ്മപ്പല്ലി സ്നേഹത്തോടെ വിളിച്ചു. ഇതാരൊക്കെയാ ഉള്ളേ നോക്കിയേ. അപ്പോഴോ 2 കുഞ്ഞിക്കണ്ണുകൾ കലണ്ടറിന് പുറത്തേക്ക് പല്ലിക്കുട്ടി നീട്ടി. അതാ പൂമ്പാറ്റപ്പെണ്ണും തുളസി ചെടിയും അമ്മയുടെ ഒപ്പം നിൽക്കുന്നു. പല്ലിക്കുട്ടി അല്പം പേടിയോടെ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നേ? എന്നെ വഴക്കു പറയാൻ വന്നതാണോ? അല്ലല്ലോ, കുറച്ച് തേൻ കിട്ടിയിട്ടുണ്ട്, അപ്പൊ കുട്ടിക്കൂടെ കൊണ്ടുവന്നതാ. പൂമ്പാറ്റപ്പെണ്ണ് പറഞ്ഞു. പല്ലിക്കുട്ടിക്ക് ഇത്തിരി സന്തോഷം തോന്നി. പുറത്തു വന്ന പല്ലിക്കുട്ടിയോട് തുളസി ചെടി ഇങ്ങനെ ചോദിച്ചു, പല്ലിക്കുട്ടി, എന്തിനാ എപ്പോഴും ഇങ്ങനെ വികൃതി കാണിക്കണേ? എന്റെ ഇലകൾ കടിച്ചു മുറിക്കുമ്പോ എനിക്ക് വേദനിക്കാറുണ്ട്, അതറിയോ നിനക്ക്? അത് പിന്നെ ഞാൻ ഒളിച്ചു കളിച്ചതാ, ഞാൻ കുട്ടിയല്ലേ. പല്ലിക്കുട്ടി പതുക്കെ പറഞ്ഞു. ഓഹോ, അപ്പൊ എന്നെ അടിക്കുന്നതോ? ഈ ചിറക് വെച്ചിട്ടല്ലേ ഞാൻ പറക്കേണ്ടത്? ഈ ചിറകിന് എന്തെങ്കിലും പറ്റിയാൽ എന്റെ കാര്യം എന്താവും നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ വാലിനെ നല്ല ശക്തിയാ, അതറിയാമോ? അത് ഞാൻ തമാശക്ക് ചെയ്യുന്നതാ. അന്നേരം നീ ഇങ്ങനെ ഉരുണ്ട് പരണ്ട് പറക്കില്ലേ. പക്ഷെ എനിക്ക് അറിയില്ല എന്ന് വേദനിക്കുന്നു. നല്ല രസം നീ അങ്ങനെ പറക്കുന്നതാണ്. അത് ശരി. ഇതായിരുന്നു പല്ലിക്കുട്ടിയുടെ മറുപടി. അപ്പോ പല്ലിയമ്മ പറഞ്ഞു കൊടുത്തു, കളിച്ചോ, കൂട്ടും കൂടിക്കോ, ആരെ ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ. സ്നേഹവും കരുണയും ഉള്ള കുട്ടികളെയാണ് എല്ലാവർക്കും ഇഷ്ടം. ആണോ? അന്നു മുതൽ പല്ലിക്കുട്ടി നല്ല കുട്ടിയായി. എന്നുവെച്ചാ ചുറ്റുമുള്ളവരോട് കരുതലുള്ള, സ്നേഹമുള്ള, ധൈര്യമുള്ള കുട്ടി. തുളസിച്ചെടിയോടൊപ്പം ഒളിച്ചേ കണ്ടേ കളിക്കുമ്പോ ഇലകൾ കടിച്ചു മുറിക്കാതെ സൂക്ഷിച്ചു. പൂമ്പാറ്റ പെണ്ണിനെ പിന്നെ ഒരിക്കലും വാലുകൊണ്ട് അടിച്ചു പേടിപ്പിക്കാൻ പല്ലിക്കുട്ടിക്ക് തോന്നിയതേയില്ല. ഇടയ്ക്കൊക്കെ അവരുടെ അടുത്തിരുന്ന് കഥകൾ കേൾക്കുന്നതും പല്ലിക്കുട്ടിക്ക് ഇഷ്ടമായി തുടങ്ങി. ആകാശത്തെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, ചില മരങ്ങളെക്കുറിച്ച്, ഉയരെ പറക്കുന്ന പരുന്തുമാമനെ കുറിച്ച് നല്ല കഥകൾ കേട്ടും പറഞ്ഞും പല്ലിക്കുട്ടി കൂടുതൽ കൂടുതൽ നല്ല കുട്ടി ആയിക്കൊണ്ടേയിരുന്നു. നമ്മുടെ തെറ്റുകള് മനസ്സിലാക്കി തിരുത്തുന്നതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം. കഥ ഇഷ്ടായോ?